ഹലോ ഫ്രാൻസ്, ഐക്കൺ സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു SSD ഹാർഡ് ഡിസ്കിൻ്റെ ഇൻസ്ട്രക്ഷൻ വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മൾ ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് WD ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത് ആമസോൺ വഴിയാണ്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. WD ഗ്രീൻ SN350 NVMe SSD ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇത് 1 TB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് സൈസ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. 1 TB ആണ് സൈസ്. എന്തായാലും നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്കിനെക്കാട്ടും നല്ല സ്ലിമ്മാണ് സൈസ്. പിന്നെ മറ്റേ നോർമൽ ഹാർഡ് ഡിസ്കിനെക്കാട്ടും ഇരട്ടി സ്പീഡിൽ കൂടുതലുമാണ്. പിന്നെ ലൈഫും കുറച്ചും മറ്റേ നോർമൽ ഹാർഡ് ഡിസ്കിനെക്കാട്ടും ഇതിന് കൂടുതലാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കാണാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ലോട്ടിലാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഗ്രാഫിക്സ് കാർഡ് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ആ ഗ്രാഫിക്സ് കാർഡ് ഒന്ന് റിമൂവ് ചെയ്യുവാണേ. സൈസ് വരുന്നത് 1 TB ആണ് ഹാർഡ് ഡിസ്കിൻ്റെ. അപ്പോൾ ഈ കാണുന്ന ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഈ സ്ക്രൂ ഒന്ന് അഴിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോലി ആ സ്ക്രൂ റിമൂവ് ചെയ്തു നമ്മൾ ആ ഗ്രാഫിക്സ് കാർഡ് റിമൂവ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ആ സ്ലോട്ടിലേക്ക് നമ്മുടെ WD SSD ഗ്രീൻ ഇൻസ്റ്റാൾ ചെയ്യുവാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ SSD ഹാർഡ് ഡിസ്കിനോടൊന്ന് സ്ക്രൂ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇൻസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇത് ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. 1 TB ആണ് സൈസ്. അപ്പം നമ്മൾ അതിലേക്ക് Windows 10 ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. നമുക്കൊന്ന് Windows 11 ചെയ്യാം. അപ്പം നമ്മളിത് ഡ്രൈവ് പാർട്ടീഷൻ ചെയ്യുവാണേ. അതിന് നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കൊടുക്കുക ഡ്രൈവിനോടായിട്ട്. ആദ്യം നമ്മൾ മൈ കമ്പ്യൂട്ടർ ചെയ്യുക, മാനേജ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ആ പാർട്ടീഷൻ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്ത് ഫിനിഷ് കൊടുക്കുക. അപ്പം നമ്മുടെ വീഡിയോ പഞ്ചപ്പിണ്ടായ്മേ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ.